ചോദ്യം ചോദിക്കാനുള്ളത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടറോടാണ്. പത്തനംതിട്ടയിൽ നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കിയിട്ട്, ലൈസൻസ് ക്യാൻസലാക്കിയിട്ട് അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിവാദങ്ങൾ എന്ന് വേണ്ട, പച്ചയായ സത്യങ്ങളെന്നാണ് പറയേണ്ടത്. അവിടെയുള്ള അന്തേവാസികൾ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് സായി പല്ലവി എന്ന് പറയുന്ന അവിടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് കോടി കോടി പുണ്യം കിട്ടും. അല്ലെങ്കിൽ ഇവർ ഈ ഒരു സ്ഥാപനത്തെ ഉപയോഗിച്ച് ഇനിയും ഇതുപോലെയുള്ള ദുഷ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നമുക്ക് ഈ സായി പല്ലവി എന്ന് പറയുന്ന ആ സ്ത്രീ, ആ വ്യക്തി, അവിടെ മുമ്പുണ്ടായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി മരണമടഞ്ഞു. ആ കുട്ടിയുടെ പിതാവുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പത്തനംതിട്ടയല്ലേ ഇത്? ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ? ലക്ഷ്മിയോ? ലക്ഷ്മിയുടെ അച്ഛനാ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി 3 വർഷമായി. എങ്ങനെ എങ്ങനെ ലക്ഷ്മി മരിച്ചറിയില്ലേ? ഇല്ല. അടൂരാണ്. അവിടുന്ന് അവിടെ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് പിന്നെ അസുഖം ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അവർ കുഞ്ഞിനെ നോക്കിയൊന്നുമില്ല. അവിടെ കണ്ട വീഡിയോ ചോദിച്ചു. പിന്നെ അസുഖമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് റാണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു. 10 ദിവസം അവിടെ കിടന്നു. പിന്നെ വീട്ടിൽ വന്നു മരിച്ചു 10 ദിവസം കഴിഞ്ഞ്. ഈ ഓണമാകുമ്പോൾ 3 വർഷമാവും. ഞാൻ ആ കുട്ടിക്ക് കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. കേട്ടല്ലോ ഈ ഒരു പിതാവ് പറഞ്ഞത്. ഈ സായി പല്ലവി ഈ കുട്ടിക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നു കേസൊക്കെ ഫയൽ ചെയ്തിരുന്നത്. ഈ പിതാവ് പറഞ്ഞത് തൻ്റെ മകളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ജീവമാതാ കാരുണ്യ ഭവനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ശ്രദ്ധിച്ചു. അത്രമാത്രം ആഹാരം ഒന്നും കൊടുക്കാതെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നാണ് അതിൻ്റെ തെളിവ്. ഈ കുട്ടിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ജസ്റ്റ് അതൊന്ന് കാണാം. പക്ഷേ നമ്മുടെ ഹൃദയത്തെ എന്താ പറയുന്നത്, കീറി മുറിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണത്. അതായത് ആ ശരീരം മുഴുവൻ വ്രണങ്ങളൊക്കെ വന്നിട്ട് ആ കുട്ടി പറയുന്നത്, വയ്യാത്തൊരു കുട്ടിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. ആ കുട്ടി ഇപ്പം ഇവിടെ ഇല്ല, ജീവനോടെ ഇല്ല. ആ കുട്ടിയെക്കുറിച്ച് ആ പിതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സായി പല്ലവി അത് കേട്ടിട്ട് ആ നിമിഷം ആ ഒരു സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് വെച്ചാൽ അത്രമാത്രം സങ്കടം ആ കുട്ടിയെക്കുറിച്ച് ഓർത്തിട്ട് അവർക്കുണ്ട്. അതുപോലെ ആ കുട്ടിയുടെ വീഡിയോ അവരതിന് ശേഷമാണ്, മരണത്തിന് ശേഷമാണ് ആ വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം ആ വീഡിയോയുടെ ഒരു ഭാഗവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ട ലക്ഷ്മിക്ക് പ്രണാമം. ഇതുകൊണ്ടൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണം. ഇത് മാറുന്നതാണ് കേട്ടോ. ഇവിടെ കിടന്നതൊന്നും ആരും നോക്കത്തില്ല. ഇച്ചിരി ചൂടുവെള്ളം ഉപ്പിട്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോ? നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മളടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡെറ്റോൾ ഡെറ്റ് ഇടാനോ അടിക്കാനാണോ? ശരി. പിന്നെ ഉപ്പിട്ട വെള്ളത്തിലെങ്കിലും കഴുകി ഈ ചൊറിച്ചിൽ മാറ്റണം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ആവും, ചീർത്ത് നല്ല വ്രണമായി. കണ്ടല്ലോ നിങ്ങൾ, തീർന്നിട്ടില്ല അവിടെയുള്ള ഓരോ കാര്യവും. ഈ സായി പല്ലവി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അവരുടെ വീഡിയോയിലൂടെ അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ ആ ഒരു ചോദ്യം എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഉത്തരം പറയണം. അതായത് ആ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന ഞാൻ പോസ്റ്റിൽ പറയുന്ന ലക്ഷ്മിയാണ്. ആ കുട്ടീനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നതും. അമ്പിളിയും ഈ ലക്ഷ്മിയും മരണപ്പെട്ട് ഞാൻ പോകുന്നതിൻ്റെ 1 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ശരീരത്തിലും ജലാംശവും നഷ്ടപ്പെട്ട് അതിന് നന്നായിട്ട് ആഹാരം കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഇതോടുകൂടിയെങ്കിലും മനസ്സിലാകുമല്ലേ. മരണപ്പെട്ടു ആ കുട്ടി. ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞതാണത്. ഇതൊക്കെ ഞാനെടുത്ത വീഡിയോയും ഫോട്ടോയൊക്കെ. ഈ ഒരു സ്ഥാപനത്തിന് നമ്മൾ ഒരു ചെറിയൊരു പെട്ടിക്കടയായാൽ പോലും എപ്പോഴും നമുക്ക് ചെക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു ആശ്രിത ഭവനം
അതായത് ഒരുപാട് ആളുകളെ, അന്തേവാസികളെ ഇങ്ങോട്ട് അവർ റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നുണ്ട്. അതായത് മറ്റൊരു സ്ഥാപനത്തെ ക്യാൻസൽ ചെയ്തിട്ടായാലും അങ്ങനെയൊക്കെ നിർത്തിപ്പോകുന്ന ഇടത്തേക്കുള്ള ആളുകളെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ആശ്രിത ഭവനത്തിൽ, ഈ ഒരു ഓർഫനേജിൽ എന്താണ് നിങ്ങൾ കണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ചെറിയ പോർഷൻ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടറോടാണ്. പത്തനംതിട്ടയിൽ നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കിയിട്ട്, ലൈസൻസ് ക്യാൻസലാക്കിയിട്ട് അവിടെയുള്ള അഗതികളെ ഇവിടേക്കാണ് സാറ് ശുപാർശ ചെയ്തത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം പുറത്തു വരാൻ കാരണം, സത്യം പറഞ്ഞാൽ സഫീന ബിവി എന്ന് പറഞ്ഞ ചാനലിലാണ് ഇതെല്ലാം പുറത്തു വന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കമന്റിൽ കണ്ടാണ് കേട്ടോ, ഇത് ഡാഡി ഗിരിജ എന്നാണ് അവരെല്ലാവരും കളിയാക്കുന്നത്. ആ ഗിരിജയുടെ മാരേജ് നടന്നല്ലോ, സെക്കൻഡ് മാരേജ് ഇപ്പോൾ നടന്നല്ലോ. ആ മാരേജിന് ശേഷവും അനാമിക പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു വീഡിയോയ്ക്കും പുറകിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡന്റ് അവിടെ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിലൂടെയാണ് ആളുകൾ അവരുടെ സംശയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളും അയൽക്കാരും അങ്ങനെയുള്ളവരൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തത്. അവിടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. കാര്യം അവിടെയുള്ള കുട്ടികൾക്ക് നേരെ ചെവ്വേ ഫുഡ് കൊടുക്കുന്നില്ല. അതുപോലെ ഒരു സോപ്പ് 10 രൂപയുടെ ഒരു സോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അത് മുറിച്ച് 2 പേർക്ക് കൊടുക്കും. 15 ദിവസം ഉപയോഗിക്കണം പോലെ. 1 രൂപയുടെ ഷാമ്പു ആണ് 2 പേർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുമെന്ന്. അതിനെക്കുറിച്ചൊക്കെ ഒരു കുട്ടി, അതായത് അവിടെ +1 +2 പഠിക്കാനായിട്ട് അവിടെ വന്ന് നിന്നിരുന്ന ഒരു കുട്ടി ഉത്തരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കരുതുന്ന പോലെ അനാഥരല്ല അവിടെ താമസിക്കുന്ന, പേരൻസ് ഉള്ളവരും നോക്കാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കുട്ടി പറയുന്ന കുറച്ച് വിവരങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അനാമികയില്ലേ, അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാ, അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി കാരണം 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടും അവിടത്തെ. ആ മെയിൻ ഗ്രില്ല്, ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവൾ ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങി ആ ചേട്ടന്റെ റൂമിൽ പോവാ. ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, അനാമിക വിഷ്ണുവുമായുള്ള വിവാഹത്തിന് മുന്നേ തന്നെ അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിരുന്നു എന്നും അങ്ങനെയാണ് പ്രഗ്നന്റ് ആയെന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വിഷ്ണു ഈ ആ ഒരു ഹോസ്റ്റലിന്റെ പ്രത്യേകത പറയുന്നത്, ആ ഒരു ടൈം ആകുമ്പോൾ അതിന്റെ ഗ്രില്ല് പൂട്ടിക്കഴിഞ്ഞിട്ടാണ് അവിടുത്തെ വാർഡനൊക്കെ ഉറങ്ങാൻ പോകുന്നത്. ആ പൂട്ടിക്കഴിയുമ്പോൾ ആ വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ ഈ അനാമികയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് തുറന്നിട്ട് ഇവൾ ആ റൂമിലേക്ക് പോകുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സംഭവത്തോടു കൂടി തന്നെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുക നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഒരു പെൺകുട്ടിക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നിട്ടാണ് പുറത്ത് അറിയും, ഇത് അവിടെ നിന്ന് പ്രഗ്നന്റ് ആയ കുട്ടി ഇത് പുറത്തറിഞ്ഞ് മോശപ്പേരുണ്ടാകും എന്നുള്ള പേരിലാണ് ഇവർ എന്ത് ചെയ്തത്, അവരെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. അതുമാത്രമല്ല, ഈ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി അവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും ആ കുട്ടിയെക്കുറിച്ച് ഒരുപാട് വൃത്തികെട്ട രീതിയിലും അവിടെയുള്ള അന്തേവാസികളോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച് മേഡം ഒന്നാണ്ട് കണ്ട്. പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു, ഈ വൃത്തികെട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു. അവളെ പറ്റി കുറെ മോശമായിട്ട് പറയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് എന്നെ കെട്ടിച്ചു കൊടുക്കാൻ. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കഞ്ചാവ് എടുത്ത് അതിലെ പ്രതി അവള്. അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ചെടുക്കാൻ കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നു. അങ്ങനെ ഒരിക്കലും അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇവളങ്ങനെയാണ്, ഇവള് പിച്ചക്കാരിയായ, ഇവളുടെ അച്ഛന് ഇവളെ വേണ്ടെന്ന് പറഞ്ഞെന്ന്. അച്ഛനാണെങ്കിൽ എന്നിട്ട് മാഡത്തിന്റെ കയ്യിൽ പൈസ ചോദിച്ചു, അത്രയ്ക്കും പിച്ചക്കാരനാ, അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്നത്. അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ ഇവളെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ അവളെ കളിയാക്കിയായിരുന്നേ. അപ്പൊ ആ ദേഷ്യത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മാഡത്തിനോടുള്ള ദേഷ്യത്തിൽ അവളും ഉന്നേറ്റനും കൂടെ ഇറങ്ങിപ്പോയായിരുന്നു അവിടുന്ന്. ഇറങ്ങിപ്പോയി അവിടുന്ന്, ഇറങ്ങിപ്പോയി. സ്വർണ്ണം അതൊക്കെ എടുത്തിട്ടാ പോയി. പിന്നെ അടൂർ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ. തിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ. അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധമെന്ന് ചുരുക്കം അല്ലേ? ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത്. കടുത്ത ശിക്ഷയായിരുന്നു അവിടെ നൽകിക്കൊണ്ടിരുന്നത്. അതായത് മുളകുപൊടി എടുത്ത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇവർ തേക്കുമായിരുന്നു എന്നൊക്കെ ഈ കുട്ടി പറയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിനൊക്കെ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം
ഈ സത്യം പറഞ്ഞാൽ നല്ലൊരു അന്വേഷണം അവിടെ അത്യാവശ്യമാണ്. ആ അന്വേഷണത്തിനൊടുവിൽ ഇതൊക്കെ തെളിയിക്കപ്പെടാതിരിക്കില്ല. കാര്യം എന്തായാലും അവിടുത്തെ അന്തേവാസികളെല്ലാം പുറത്തു പറയാം. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടല്ലോ, ഒരു അമ്മ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കാനൊക്കെ പറയുന്നൊരു. അപ്പോൾ അത്രമാത്രം അവരവിടെ കിടന്ന് ആ പീഡനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ മുളക് പൊടിയുടെ ഇതൊക്കെ കേസ് എന്തുകൊണ്ട് നിങ്ങൾ പുറത്ത് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, അതൊന്നും ഞാൻ വരുന്നതിന് മുമ്പാണ്, എനിക്കറിയില്ല. അപ്പോൾ കൊച്ചു കുട്ടിയുടെ പേരൊക്കെ പറയുന്നുണ്ട്, അമ്പിളി എന്ന് പറഞ്ഞ അവരുടെ മകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നോട് പറയുമായിരുന്നു ആ കുട്ടികൾ, ചേച്ചി നിങ്ങൾ ഇതിനെക്കുറിച്ച് പുറത്ത് പറയണം എന്നൊക്കെ അവിടുത്തെ കുട്ടികൾ പറയുമായിരുന്നു. ഇത് പറയണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ കുട്ടി പുറത്ത് വന്ന് ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെയാണ് ആ കുട്ടി പറയുന്നത്. അവർ പറഞ്ഞത് നിങ്ങളവിടെ ഫ്രീ ആയിട്ട് പഠിക്കുകയല്ലേ, നിങ്ങൾക്ക് എന്നിട്ട് ഇതൊന്നും പറയാനുള്ള അവകാശമില്ലെന്നാണ്. പുറത്തെങ്ങനെ വന്നു? അത് അവിടുന്ന് ആന്റി അവിടെ സത്യം പറഞ്ഞാൽ അനാഥരാണെന്നല്ല ആന്റി, അവിടെ അമ്മമാരുള്ള പിള്ളേരും ഉണ്ട്. വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും. അത് ചുരുക്കം പേര് മാത്രമേ, അവർ അനാഥരൊന്നും അല്ല. പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ വന്ന് അമ്മമാര് വന്നിട്ടുണ്ടാവും, കാണാൻ വരാൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് +2 കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത്. എന്റെ മോനെ ഞങ്ങൾ റിലീസ് ആക്കിക്കൊണ്ട് അങ്ങനെ വന്നു. ഒരു വെളിയിൽ ഇങ്ങനെ പറയാം ആരും ഇല്ലാത്ത. അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും. ഗസ്റ്റ് വരുമ്പോഴും പറയാം അനാഥരാണ് അങ്ങനെ. പക്ഷെ അനാഥരല്ല, അമ്മമാരെല്ലാവരും ഉള്ളവരൊക്കെയാ ശരിക്കും. അവരൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തിരിച്ച് കുട്ടികളെല്ലാം സേവ് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അവിടുത്തെ പിള്ളേരൊക്കെ പറയുകയും ചെയ്യും അവിടെ ഭയങ്കര കഷ്ടതയാ, എടി നിങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും അറിയിക്കണം എന്നും പറയും. അവിടെ ഭയങ്കര ജോലി ഇതൊക്കെയാണ്, ഭയങ്കര കഷ്ടമാണ്. ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് മുളകരച്ച് തേക്കുന്ന പറയുന്നത് എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പൊ ഞാനവിടെ ഇല്ല ആന്റി. ഒരു കൊച്ചിന്റെ മയൂരിയോ അങ്ങനെ കണ്ടു എല്ലാം. അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട്, ഒരാളെന്നല്ല. ഇതാണ് വയ്യാത്ത കൊച്ചാ. അമ്പിളി എന്ന് പറയുന്ന ആന്റിയുടെ കാര്യം പറയുന്നില്ലേ, എന്റെ മോളത് മയൂരി. മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ, അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ. എന്തുവാ ഈ കേൾക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ആരും ഇത് എതിർക്കുന്നില്ലയോ? അപ്പൊ ഞാൻ അവിടെ ഇല്ല ആന്റി, ഞാൻ +1 അവിടെ പോയത്. ശേഷം കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലേ മോളെ? ആന്റി ഞങ്ങൾ ഇത് സീറോബിച്ച് പറഞ്ഞിട്ട് ചെയർമാൻ ഇരുന്നിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല. ചെയർമാൻ എന്നിട്ട് എന്റെ അമ്മേനെ എന്നെ ഒത്തിരി പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല, നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ടല്ല നിർത്തി പഠിക്കുന്നത്, അവിടുത്തെ മേഡം എന്നിവരുടെ കാര്യം ഇവർ ഇത്രയും ആരാ ഈ CWC ചെയർമാൻ? രാജീവ് സാർ. രാജീവോ? എന്റെ അമ്മേനെ ഒത്തിരി വഴക്കുണ്ട്, നിങ്ങളൊരു ഫണ്ട് അവിടെ കൊടുക്കുന്നില്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ നിങ്ങൾ നമ്മളെ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു അധികാരം. എന്നാ പിന്നെ അയാളുടെ സുനായ്ക്കകത്ത് മുളക് പൊടി ഒഴിച്ച് കേൾക്കാൻ പറ. ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാട് കൊടുക്കാൻ തയ്യാറാണോ എന്ന് വെച്ചാൽ അയാളുടെ സാമാനത്തിൽ കുറച്ച് മുളക് പൊടികളൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തത്. എന്റെ അമ്മേനെ ഒത്തിരി വഴക്കുന്നു, നീ ഇറക്കി ഞങ്ങൾ പോയി വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഫണ്ടൊന്നും നൽകുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഇല്ലെന്ന് ഒത്തിരി വഴക്കുന്നു. ഭയങ്കര ശബ്ദത്തിലാണ് വഴക്ക് പറഞ്ഞു. പറയാൻ പറ്റില്ല ആന്റി, അടുത്ത പിള്ളേരൊക്കെ കരയും ചില സമയത്ത് പറയുക എങ്ങനെയെങ്കിലും ഇതൊക്കെ വെളിയിൽ അറിയിച്ചു, അങ്ങനെയെങ്കിലും ഇവിടെ ഞങ്ങൾ ഇറക്കണം കൂടിയാണ് എല്ലാവരും പറയും. ഈ ചെയർമാൻ ഒരു മുട്ടയല്ലേ, തല മുട്ടയടിച്ച ഒരാളല്ലേ? അയാൾ സസ്പെൻഡ് ആയിട്ടുണ്ട്. എന്റെ പേര് പറയണ്ട, എന്റെ പേര് പറയണ്ട, പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ വിശ്വാസം അതുകൊണ്ടെല്ലാം പറഞ്ഞു. എന്തായാലും ശരി മോളെ. പിന്നെ എന്താ ആന്റി, 10 രൂപയുടെ സോപ്പാട്ടോ അവിടെ കൊടുക്കുന്നേ. 10 രൂപയുടെ സോപ്പ്, അതും നടുക്കുന്ന മുറിച്ച് 2 പേർക്ക് വെച്ച്, അങ്ങനെ ചെറിയ സോപ്പ്, അത് 15 ദിവസം ഉപയോഗിക്കണം, 2 പേര് മുറിച്ച് ഉപയോഗിക്കണം. ഭയങ്കര ദാരിദ്ര്യമില്ല ആന്റി, അവർക്ക് അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ല ആന്റി. അതിൽ 1 രൂപയുടെ ഷാമ്പു 2 പേര് അത് പാതി എടുക്കണം. എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ ചെയ്യുന്നത്? അതിനോട്ട് ഫുഡിന്റെ കാര്യമാണ്, ഫുഡാണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ല. അത്രയും പൈസ കിട്ടണമെങ്കിൽ അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല. അത് പറഞ്ഞത് ശരിയാ. ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരുടെ അടുത്ത് അവരൊക്കെ ഫുള്ള് നീറ്റാക്കും. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവരാണ്ട് വന്ന് നോക്കെന്തെങ്കിലും പറയുന്നുണ്ട്. ബെസ്റ്റ് വന്നാൽ തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കെന്തെങ്കിലും പറയുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാരൊക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥയായിട്ട്. ടീച്ചർമാർ തന്നെ എങ്ങനെയെങ്കിലും പഠിക്കാനുള്ള കാര്യം എങ്ങനെയാണോ പറയേണ്ടത് ഓരോ അധികാരികള്. സത്യം പറഞ്ഞാൽ ഈ ഓർഫനേജുകളുടെ പുറകിൽ നടക്കുന്നത് ഫുള്ള് തട്ടിപ്പാണ് കേട്ടോ. ഈ പ്രവാസികൾ, സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രവാസികൾ ഈ ഓർഫനേജുകൾക്കൊക്കെ ധാരാളം ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സന്നദ്ധ സംഘടനകൾ ഒക്കെ ഒരുപാട് ഈ ഫണ്ടുകൾ കൊടുക്കുന്നു. ഈ ഫണ്ടുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഇതൊക്കെ നടത്തി ഇവർ ചാരിറ്റി നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫാമിലി, ഇവരുടെ വീട്ടുകാരെ, ബന്ധുക്കളെയൊക്കെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇതിനു വേണ്ടി സ്വത്തുക്കൾ ഉണ്ടാക്കാനായിട്ട് മറ്റു വഴികൾ എന്താണ്? ഈ കുട്ടികൾക്ക് വരുന്ന ഫുഡിൻ്റെ കാശ്, അവർക്ക് വരുന്ന ഡ്രസ്സ്, അവർക്ക് വരുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഇവരിങ്ങനെ ലക്ഷാധിപതികളായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ എന്ത് കാഴ്ചയില്ലേ? അതുപോലെ കുട്ടികൾ പറയുന്നുണ്ട്, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. അതുപോലെ ഗസ്റ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും പരാതി പറയുന്നുണ്ട്, അതിനായിട്ട് ഇവരെപ്പോഴും ചെക്ക് ചെയ്യുന്നൊക്കെ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് വളരെ വൻ തിരിച്ചറിവുകളാണ് തരുന്നത് കേട്ടോ, ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്ന തട്ടിപ്പുകൾ. ഇനിയെങ്കിലും ഒരുപാട് കാശുള്ള അച്ഛനും അമ്മമാരെ, ഒരുപാട് കാശുള്ള മക്കൾ ഈ അച്ഛനമ്മമാരെ കൊണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. അതായത് ഇവിടെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പേയ്മെന്റ് കൊടുത്ത് താമസിപ്പിക്കുന്ന ഞങ്ങളുടെ അച്ഛനമ്മ എല്ലായിടും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക്
അവരുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ആരോരുമില്ലാത്തവരുടെ കാര്യം പോട്ടെ, എന്നാലും ഗവൺമെൻറ് ഷെൽട്ടർ ഹോമുകളിലേക്ക് അവരെയൊക്കെ മാറ്റപ്പെടും. ഇങ്ങനെയുള്ള സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ പത്തനാപുരം ഗാന്ധി ഭവനൊക്കെ ഉണ്ട്, അവരൊന്നും നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനമാണ് അത്. അതൊക്കെ വെച്ച് നോക്കും, ഈ ഒരു സംഭവം വെച്ച് എല്ലാവരും നമുക്ക് അടച്ചാക്ഷേപിക്കാനും പറ്റില്ല. പക്ഷേ ഇവർക്ക് പിന്നിലുണ്ടാവുന്ന ഈ സ്വത്തുവകകൾ എപ്പോഴും അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. അതായത് ഇവർക്ക് എങ്ങനെ ഇത്രമാത്രം സ്വത്തുക്കൾ ഉണ്ടാവുന്നു എന്ന് ഇനിയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.